ഹായ് യേശ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയും മിനിഞ്ഞാന്നുമായി 2 ദിവസങ്ങളിലായി ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ദിവസം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ആളില്ല എങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മലപ്പുറത്തും അതുപോലെ ഓമല്ലൂരും ഒക്കെ ഉണ്ടായ അതിദാരുണമായ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്നാൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, ആ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ എന്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധയോടുകൂടി കാണണം. വാക്കുകൾ വളരെ ദൃഢമായി പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള മനസ്സുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ എന്ത് ചെയ്യും, എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചാൽ കേരളത്തിലെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി അടക്കം 15 എന്ന സംഖ്യയിലേക്ക് കുറയും. ഒരു ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിയെ ഉണ്ടാവും. ആദ്യമായി നടപ്പിലാക്കുവാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിൽ റേഷൻ കാർഡുകൾ ഇപ്പോൾ നിലവിലുള്ളത് ഗൃഹനാഥയുടെ പേരിലാണ്. അത് ഓരോ ഗൃഹനാഥന്മാരുടെ പേരിലേക്ക് മാറ്റപ്പെടും. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. കേരളത്തിൽ അങ്ങോളം എങ്ങോളമുള്ള മദ്യശാലകൾ, ബാറുകൾ ഉൾപ്പെടെ, ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപോകും. അതിനുശേഷം അപ്പോൾ കേരളം മദ്യവിമുക്തമാക്കുമോ എന്ന് ചോദിച്ചാൽ, മദ്യവിമുക്തമാക്കുകയല്ല ചെയ്യുവാൻ പോകുന്നത്. മദ്യവിതരണം റേഷൻ കട വഴിയാകും. റേഷൻ വാങ്ങുന്ന വ്യക്തികൾക്ക് മാത്രം മദ്യം എന്ന അവസ്ഥയിലേക്ക് നിബന്ധന കൊണ്ടുവരും. റേഷൻ കാർഡിലെ ആളുകളുടെ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ കുടുംബത്തിനും നൽകേണ്ട മദ്യത്തെക്കുറിച്ച് ഒരു നിശ്ചിത അളവുണ്ടാകും. ഇതാണ് ഒന്നാമതായി ചെയ്യുവാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്. രണ്ടാമതായി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ വിവിധ മേഖലകളിൽ സർവീസിൽ ഇരുന്നിട്ട് വിരമിച്ചിട്ടുള്ള ആളുകൾക്ക് നൽകി വന്നുകൊണ്ടിരിക്കുന്ന സർവീസ് പെൻഷൻ നിർത്തലാക്കും. കാരണം ഇവർ ജോലി ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മാന്യമായ ശമ്പളം നൽകിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം ജീവിത സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും പെൻഷൻ കൊടുക്കേണ്ടതില്ല എന്ന് ഗവൺമെന്റ് തീരുമാനിക്കും. പെൻഷൻ സമ്പ്രദായം നിർത്തലാക്കും. അതുപോലെ വിദ്യാഭ്യാസ മേഖല എടുക്കുകയാണെങ്കിൽ, ഗാന്ധിജി നിർദ്ദേശിച്ചിട്ടുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നിർബന്ധമാണ്. അതായത് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരാളെയെങ്കിലും സമ്പാദിക്കുവാൻ തയ്യാറായിരിക്കണം എന്നാണ്, അല്ലെങ്കിൽ അതിനവൻ പരിശീലിച്ചിട്ടുണ്ടാവണം എന്നാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരാളെ കൊണ്ടോ 2 ആളെ കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ദിവസം മിനിമം 50 രൂപയെങ്കിലും സമ്പാദിക്കുവാൻ അവൻ പഠിച്ചിരിക്കണം. അത് സ്കൂളുകളിൽ നിന്ന് പഠിപ്പിച്ചിരിക്കണം. അപ്പോൾ ആ രീതിയിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ തിരുത്തി കുറിക്കണം. അടുത്തത്
ആയി പറയാനുള്ളത് നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പാണ്, ഗതാഗത വകുപ്പ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന, എന്നാൽ മറ്റുള്ള വ്യക്തികൾക്ക് എപ്പോഴും സഹായിയായി ഓടിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഓട്ടോ ഡ്രൈവേഴ്സ്. ആ ഓട്ടോ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ ഒരു 7 മണി മുതൽ ഒരു 10 മണി വരെ ഒരു സ്റ്റാൻഡിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേരം കാപ്പി കുടിക്കാനുള്ള പൈസയ്ക്ക് പോലും ഓടുവാൻ വയ്യാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ഓട്ടോ ചാർജ് തമിഴ്നാട്, കർണാടകം തുടങ്ങിയ നമ്മളോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് തുല്യമായി മിനിമം 100 രൂപയായി വർദ്ധിപ്പിക്കും. 1 കിലോമീറ്റർ ദൂരപരിധി നിശ്ചയിക്കും. ആ 1 കിലോമീറ്റർ 100 രൂപയ്ക്കും അതിന് മുകളിലേക്ക് വരുന്ന ഓരോ കിലോമീറ്ററിനും 50 രൂപ വീതവും ഈടാക്കുവാനുള്ള അനുവാദം നൽകും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകണമെങ്കിൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വേണം. കാരണം ഇതെന്റെ മനസ്സിൽ മാത്രം ഇരിക്കുന്ന ഐഡിയകളാണ്. അതുപോലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്താൽ പൂർണ്ണമായും എസ്കോർട്ട് ഒഴിവാക്കും. കാരണം എനിക്കങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ ഞാൻ ജനങ്ങളുടെ മുഖ്യമന്ത്രിയായാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്റെ പ്രൊട്ടക്ഷൻ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവരത് ചെയ്തുകൊള്ളും. അതിന് ഒരു ഉദ്യോഗസ്ഥരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. അതുപോലെ കേരളത്തിന്റെ ശുദ്ധജല വിതരണം എല്ലാ വീടുകൾക്കും സൗജന്യ കുടിവെള്ള കണക്ഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കും. ഇപ്പോൾ തന്നെ പല മേഖലയിലും നടപ്പിലായിട്ടുണ്ട്. നടപ്പിലാകുവാനുള്ള മേഖലയിൽ പൂർത്തീകരിക്കും. ഗതാഗത സംവിധാനം കേരളത്തിലെ മുഴുവൻ ഉൾനാടുകളിലേക്കുള്ള, അതായത് ജില്ലാ പഞ്ചായത്തിന്റെയോ ഗ്രാമപഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ ഒക്കെ പരിധിയിൽ വരുന്ന റോഡുകൾ പൂർണ്ണമായും സഞ്ചാര യോഗ്യമാണ്. അതുപോലെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മുഴുവൻ ആളുകൾക്കും KSRTC ബസ്സുകളിൽ യാത്ര സൗജന്യമാകും. ഇപ്പൊ നടപ്പിലാക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരു 4-5 മണിക്കൂർ നീളുന്ന ഒരു വീഡിയോ ആയി പോകും. അതായത് പൂർണ്ണമായി കാണുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം എസ്കോർട്ട് പൂർണ്ണമായും ഒഴിവാക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സർവീസ് പെൻഷൻ നിർത്തലാക്കും എന്ന കാര്യമാണ്. മൂന്നാമത് പറഞ്ഞ കാര്യം കേരളത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം ശക്തമാക്കും. റേഷൻ കാർഡുകൾ ഗൃഹനാഥന്റെ പേരിലേക്ക് മാറ്റപ്പെടും. മദ്യവിതരണം പൂർണ്ണമായും റേഷൻ കട വഴിയാക്കും. ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെയുള്ള മദ്യ ഷോപ്പുകൾ, ബാറുകൾ ഉൾപ്പെടെയുള്ള മദ്യ ഷോപ്പുകൾ അടച്ചുപൂട്ടും. അതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കും. സൗജന്യ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കും. തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി പറയാനുള്ളത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച്, അതുപോലെ വിവിധ മേഖലകളെ സംബന്ധിച്ച് ഇനിയും സംസാരിക്കാനുണ്ട്, വിവിധ വകുപ്പുകളെ സംബന്ധിച്ച്. പക്ഷേ ഏതെല്ലാം വകുപ്പുകളെ പറ്റി സംസാരിച്ചാലും മന്ത്രിസഭയുടെ എണ്ണം മിനിമം 15 എന്നതിൽ ചുരുക്കി നിർത്തും. അതുപോലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്ന സംവിധാനം, അത് ഓരോ വകുപ്പിനും ഓരോ തലവന്മാരെ നിയമിച്ചുകൊണ്ട് നടപ്പിലാക്കും. പേഴ്സണൽ സ്റ്റാഫ് അത് സംഭവം ഉണ്ടായിരിക്കില്ല. ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുകൾ എല്ലാ ജില്ലയിലും ഉണ്ടാവും. ആ ജില്ലയിൽ ജനങ്ങളുടെ പരാതികൾ കേൾക്കുവാനും പരിഹരിക്കുവാനും അവിടെ ഒരു നിർവഹണ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും.
മുഖ്യമന്ത്രി നേരിട്ടിടപെടേണ്ട കാര്യങ്ങളിൽ കൃത്യമായും ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു ഭരണ പരിഷ്കാരമാണ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ എൻ്റെ ആശയങ്ങൾ മാത്രമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ചിലർക്ക് അതൃപ്തി തോന്നാം, ചിലർക്ക് പിണക്കം തോന്നാം, ചിലർക്ക് സന്തോഷം തോന്നാം. നിങ്ങളുടെ മനോവികാരം എന്തു തന്നെയാണെങ്കിലും അത് ഒരു കമന്റിലൂടെ രേഖപ്പെടുത്തുവാൻ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിനീത നമസ്കാരം.